വളരെ മനോഹരമായ ഒരു ഹോളും പണിതു. ആദ്യകാലങ്ങളിൽ ഇവിടെ വിവാഹം നടക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ എന്നെ വിവാഹത്തിന് ക്ഷണിക്കും. ഞാൻ വരുത്തില്ല. വീട് വെക്കും, പല പരിപാടികൾ അപ്പൻ്റെ അമ്മയുടെ വീടുകളിൽ നടക്കുമ്പോൾ എന്നെ വിളിക്കും, വരുത്തില്ല. അവർക്ക് പിണക്കായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മാച്ചൻ്റെ വീടിൻ്റെ കയറിത്താമസത്തിന് ഞാൻ പറഞ്ഞു, എനിക്ക് പിണക്കുണ്ടായിട്ടല്ല, വടക്കം പറവൂരിൽ നിന്ന് ഇവിടെ വരാൻ വണ്ടിക്കൂലിയില്ല, എന്നെ സൗജന്യമായിട്ട് കൊണ്ടുവരത്തില്ല, എനിക്ക് വരാൻ വണ്ടിക്കൂലിയില്ല, എനിക്ക് സ്വത്രാഴ്ച തരാൻ അവിടെ ആരുമില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട്. എന്നെ ആരും സഹായിക്കാനില്ലായിരുന്നു. ഞാൻ എണ്ണി പറഞ്ഞ ഈ കാര്യം. ഞാൻ പോയ വഴി ആർക്കും അറിയത്തില്ല, ഞാൻ പ്രവർത്തിച്ചത് ആരും അറിയത്തില്ല. പട്ടിണി കിടന്നിട്ടുണ്ട്, കട്ടൻ കാപ്പി കുടിച്ച് മാസങ്ങൾ കിടന്നിട്ടുണ്ട്. എൻ്റെ കൂടെ ബെൻസ്മാസ് വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന പല അനേക ദൈവദാസന്മാർ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേര് പറയാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, വില കൊടുത്തു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. വെള്ളം കുടിക്കാതെ ഉപവസിച്ചിട്ട് 3-ാം ദിവസം ബ്ലഡ്, യൂറിനൊഴിക്കുന്നവരും ബ്ലഡ് പോയി. ഒരു ക്യാൻസർ പേഷ്യൻ്റ് സൗഖ്യമാകണം, വെള്ളം ഉമിനീരിറക്കാതെ ഞാൻ പ്രാർത്ഥിച്ചു. 3-ാം ദിവസം ഞാൻ യൂറിൻ പാസ് ചെയ്യുന്ന ബ്ലഡാ, അവർക്ക് സൗഖ്യം കിട്ടി. അങ്ങനെയാണ് ആ സഭ 90% ഹിന്ദുക്കളുള്ള, ന്യൂനപക്ഷം ക്രിസ്ത്യാനികളുള്ള ആ ദേശത്ത് ശക്തമായൊരു സഭയുണ്ടായത്. എന്നെ മനസ്സിലാക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്നെ മനസ്സിലാക്കിയൊരു ദൈവമുണ്ട്. അത് മാത്രമാണ് എൻ്റെ ക്യാപിറ്റൽ, അത് മാത്രമാണ് എൻ്റെ ക്യാപിറ്റൽ. 30-ാം വർഷം ഇന്ന് സജി ആ സഭയുടെ സെക്രട്ടറിയാണ്. അവർ ശക്തമായി പറയുന്നത് പാസ്റ്റർ മാറരുതെന്നാണ്, ഓവർസർ ആയാലും മാറരുതെന്നാണ്. ഞാൻ 2 പ്രാവശ്യം മാറാൻ ശ്രമിച്ച, എന്നെ DP ആക്കാൻ റെക്കമെൻഡ് ചെയ്ത് അവിടെ വന്ന് ഒന്നുമില്ലായ്മയിൽ ഒരു പ്രവർത്തനം തുടങ്ങി. അത് 7 പ്രവർത്തനങ്ങൾ തുടങ്ങി, 9ആയി. അത് ഡിസ്ട്രിക്റ്റ് ആക്കിയതിന് അവിടെ കമ്മീഷൻ വന്നത് TA ജോർജ് പാസ്റ്ററാണ്. ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. സമയം പരിമിതിയുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സഭ എൻ്റെ മാതൃസഭയാണ്. ഇവിടെയാണ് ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചത്. 8ാം ക്ലാസ്